ഫിഷർമാൻ ഡയറീസ് ആണോ? അപ്പോൾ നമ്മൾ ഞണ്ട്, ചെമ്മീൻ, പിന്നെ ലോബ്സ്റ്ററൊക്കെ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവുന്നുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഇത് കഴിക്കാണ്ടിരിക്കുകയാണ് ബെറ്റർ. അത് അലർജി ഉള്ളവർ മാത്രമല്ല, അലർജി ഇല്ലാത്തവർ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് കഴിക്കുന്ന മീനുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഞണ്ട്. കാരണം ഞണ്ട്, ചെമ്മീൻ, ലോബ്സ്റ്റർ ഇത് മറ്റുള്ള മീനുകളെ പോലെയല്ല. ഇവ കൂന്തളിനെ പോലെ ഒന്നുമല്ല. ഇവ എപ്പോഴും കടലായാലും പുഴയായാലും ഇനിയിപ്പോൾ വേറെ തോടായാലും ഇത് ഏറ്റവും വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലാണ്. അതായത് വേസ്റ്റ് വന്ന് അടിയുന്ന ഭാഗം. വെള്ളത്തിൽ വേസ്റ്റ് അങ്ങനെയാണല്ലോ, കലങ്ങി അവസാനം അടിയിലാണുള്ള അടിയ. ഈ ഭാഗത്താണ് ഇവ ഉണ്ടാവുക. ഇത് ഏറ്റവും താഴത്തുള്ളത് കൊണ്ട് തന്നെ വേസ്റ്റ് ഏറ്റവും കൂടുതൽ തിന്നുന്ന സാധനം, ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിൽ പെട്ടതാണ് ചെമ്മീൻ, ലോബ്സ്റ്റർ, പിന്നെ ക്രാബ്, ഞണ്ട് എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഈ അലർജി ഉണ്ടാകുന്നത്. സംഗതി ഡോളർ എന്നല്ല, നാട്ടിൽ പൈസ ആണെങ്കിലും കുറേ പൈസ കൊടുത്ത് കണ്ടെന്ത് എല്ലാ മീനും 100-200 ഉണ്ടാവും. ചെമ്മീൻ 300, 360, 400 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങും. ഞണ്ട് 200, 300 രൂപയ്ക്ക്, 400 രൂപയ്ക്ക് വാങ്ങും. ലോബ്സ്റ്റർ അങ്ങനെ 500, 1000 രൂപയ്ക്ക് വാങ്ങും. ഇത് ടേസ്റ്റ് ഉണ്ടെന്നുള്ള സംഗതി ശരി തന്നെയാണ്. പക്ഷെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത്. സംഗതി ഇതിൽ നമുക്ക് കിട്ടേണ്ട കുറേ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടെ ഇത് ഇങ്ങനൊരു കോൺസിക്വൻസും കൂടെ ഇതിനുണ്ട്. അപ്പോൾ അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ് വേസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന മീനായതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ശരിയാണ്.